സംസ്ഥാനത്തെ ദന്തശുചിത്വ പരിപാലകരുടെ സംസ്ഥാന സമ്മേളനം ഡെന്റൽ ഹൈജീൻ കോൺ കണ്ണൂരിൽ സമാപിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ കേരളം കെട്ടിപ്പടുക്കുവാൻ ദന്തശുചിത്വത്തിന്റെ പ്രാധാന്യം ഏറെയാണെന്നും ദന്താരോഗ്യ ബോധവൽക്കരണം സമൂഹത്തിന്റെ താഴെത്തട്ടിൽ എത്തിക്കുവാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി ഡെന്റൽ ഹൈജീനിസ്റ്റുകളുടെ സേവനം കൂടുതൽ പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യ കേരളം ദുർഭാഗ്യം പിടിച്ച് ആരോഗ്യ കേരളത്തിന് വിഷമിക്കണമെന്ന് പറയാൻ അതെതിരെ ജീവിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതചര്യകളിലും ഒരു അനുഷ്ഠാനബോധത്തോടുകൂടി ദന്ത സംരക്ഷണ പരിപാലന പ്രക്രിയ കൂടി നടത്തുന്നില്ലെങ്കിൽ ദന്തപരിശോധനയും ദന്ത സംരക്ഷണവും ആരോഗ്യ കേരളത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ദന്തരോഗത്തിന് വഴിക്ക് പോകും, മറ്റു കാര്യങ്ങൾ ഇതുപോലെ നടക്കും എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ എൻ്റെ വ്യക്തിപരമായ ഒരു ഉൾപ്പെടെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ ഈ കൂട്ടായ്മ തീർച്ചയായും ഇതിൻ്റെ നിങ്ങളുടെ വർഗപരമായി നിങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും അതൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തണം. അത് ശ്രമങ്ങളിൽ ഞങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ നിന്ന് ആ കാര്യങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിക്കാനും ആ കാര്യങ്ങൾ നേടിയെടുക്കാത്ത ശ്രമങ്ങളിൽ വീഡിയോ പങ്കുവഹിക്കാനും തയ്യാറായിരിക്കും ഞങ്ങളൊക്കെ. പക്ഷെ അതിനപ്പുറത്ത് ഇത് ഒരു ആരോഗ്യ കേരളത്തിൻ്റെ നവീകരണ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന ആരോഗ്യ പരിപാലന രംഗത്ത് സുപ്രധാനമായി പങ്കുവഹിക്കുന്ന ദന്തപരിശോധനയും ദന്ത സംരക്ഷണവും ആരോഗ്യ കേരളത്തിൻ്റെ മുഖ്യമായ ഘടകമാണ് എന്നാണ് എൻ്റെ വിനീതമായ വിശ്വാസം. KGDHA സംസ്ഥാന പ്രസിഡന്റ് R. ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരള ഗവൺമെന്റ് ഡെന്റൽ ഹൈജീനിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയ് കുമാർ കരിവെള്ളൂർ, വിനയൻ GS, നസറുദ്ദീൻ N, സന്ദീപ് JR, ആദിത്യ മോഹൻ, മായ VV, ഉമർ സാദിഖ് N, സ്നേഹൽ AR, ഷിബു P. ലോഹിത് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി വിനയൻ GS പ്രസിഡന്റ്, ഷിബു P. ലോഹിത്, വിഷ്ണു R. വൈസ് പ്രസിഡന്റ്, അജയ് കുമാർ കരിവെള്ളൂർ ജനറൽ സെക്രട്ടറി, ആദിത്യ മോഹൻ, മായ VV ജോയിന്റ് സെക്രട്ടറി, നസറുദ്ദീൻ N ട്രഷറർ, ഉമർ സാദിഖ് N സയന്റിഫിക് കമ്മിറ്റി കൺവീനർ എന്നിവരെ തിരഞ്ഞെടുത്തു. വിവിധ ജില്ലകളിൽ നിന്നുള്ള 100ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. സംസ്ഥാനത്ത് ദന്തരോഗങ്ങൾ വർദ്ധിക്കുമ്പോഴും ഫലപ്രദമായ ബോധവൽക്കരണത്തിന് നടപടിയില്ലെന്ന് കേരള ഗവൺമെന്റ് ഡെന്റൽ ഹൈജീനിസ്റ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഡെന്റൽ ഹൈജീകോണിൽ അഭിപ്രായം ഉയർന്നു. പിന്നോക്ക തീരദേശ ആദിവാസി മേഖലകളിൽ ഓറൽ ക്യാൻസർ ഉൾപ്പെടെ വർദ്ധിക്കുന്നു. പുകയില ഉൽപ്പന്നങ്ങൾക്കെതിരെ ഫലപ്രദമായ ബോധവൽക്കരണം അനിവാര്യമാണ്. പൊതുജനാരോഗ്യ നയത്തിൽ ദന്തരോഗ ബോധവൽക്കരണത്തിൽ മുന്തിയ പരിഗണന നൽകണം. പൊതുജന ദന്താരോഗ്യ രംഗത്ത് ഡെന്റൽ ഹൈജീനിസ്റ്റുകളുടെ കൂടുതൽ തസ്തികകൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ സൃഷ്ടിക്കണമെന്നും സ്കൂൾ സാമൂഹ്യ ദന്താരോഗ്യ പരിപാടികൾ ആരംഭിച്ച് ഡെന്റൽ ഹൈജീനിസ്റ്റുകളുടെ സേവനം പരിഷ്കരിക്കണമെന്നും ഡെന്റൽ ഹൈജീകോണിൽ അഭിപ്രായം ഉയർന്നു.